പ്രധാനപ്പെട്ട ചടങ്ങുകളിലേക്ക് നടക്കുകയാണ്. അശ്വതി വിവരങ്ങളുമായി ചേരുന്നു. അശ്വതി, ഭണ്ഡാര അടുപ്പിലേക്ക് തീ പകരാനുള്ള സമയമായിരിക്കുന്നു. എന്തൊക്കെയാണ് വിവരങ്ങൾ? ഒരു സമിതിയുടെ ഒരു അടുപ്പിന് മുന്നിലാണ്. പ്രധാനപ്പെട്ട അടുപ്പുകൾ പലതുണ്ട്. അതിൽ നിന്ന് തീ പകർന്ന് മറ്റ് ആളുകളിലേക്ക് എത്തിക്കുകയാണ്. അങ്ങനെ ഓരോ അടുപ്പിൽ നിന്ന് മറ്റടുപ്പുകളിലേക്ക് തീ പകർന്നുകൊണ്ട് ഒരു വലിയ രീതിയിലുള്ള ആഘോഷ പരിപാടികളും അതുപോലെ തന്നെ സമർപ്പണങ്ങളും ഒക്കെ തന്നെയാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. അല്പസമയത്തിനകം അനൗൺസ്മെൻ്റ് ഉണ്ടാകും. അമ്പലത്തിൽ നിന്നുള്ള അനൗൺസ്മെൻ്റ് ഉണ്ടാകും. അവിടെ നിന്ന് നിർദ്ദേശം കിട്ടിയ മുറയ്ക്കാണ് ഇവിടെ മറ്റ് അടുപ്പുകളിലേക്ക് തീ പകരുന്നത്. അത്തരത്തിലുള്ള പരിപാടികൾക്ക് വേണ്ടി എല്ലാവരും അക്ഷമരായി കാത്തിരിക്കുകയാണ്. ഇവിടെ വിവിധ മേഖലകളിൽ ഇവിടെ കിലോമീറ്ററുകളോളം ഉള്ള വിവിധ ആളുകൾ ഇത്തരത്തിൽ ഇവിടെ കാത്തിരിക്കുകയാണ്. സ്ത്രീജനങ്ങൾ മാത്രമല്ല, ഇപ്പോൾ ഈ പൗരസമിതിയുടെ നേതൃത്വത്തിൽ വിവിധ പുരുഷന്മാരും ഇതിന് എല്ലാ സഹായങ്ങളും നൽകിക്കൊണ്ട് ഇവിടെ ഉണ്ട്. ഇവിടെ വലിയൊരു അടുപ്പ് താരതമ്യേന മറ്റ് ആളുകളിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു അടുപ്പ് ഇവിടെ സജ്ജീകരിച്ചിട്ടുണ്ട്. ഇതിലാണ് ഇപ്പോൾ ഈ പ്രദേശത്ത് ഞാൻ നിൽക്കുന്ന ഭാഗത്തെ പ്രധാനപ്പെട്ട അടുപ്പുകളിൽ ഒന്നാണ്. അത്തരത്തിൽ വലിയ രീതിയിലുള്ള ആഘോഷ പരിപാടികൾക്കാണ് ഇപ്പോൾ നമ്മൾ സാക്ഷിയാകാൻ പോകുന്നത്. വലിയ രീതിയിലുള്ള പരിപാടികൾ. വലിയ ചൂടുണ്ട്. പക്ഷേ ആ ചൂടൊന്നും ഗൗനിക്കാതെ, അതൊന്നും കാര്യമായി എടുക്കാതെ വലിയ രീതിയിലുള്ള അക്ഷമരായിക്കൊണ്ട് തന്നെ സ്ത്രീകളും മറ്റ് ഭക്തജനങ്ങളും എല്ലാവരും തന്നെ കാത്തിരിക്കുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത്. എല്ലാവരും എഴുന്നേറ്റ് നിന്ന് ഇതിൽ നിന്ന്, അതായത് അമ്പലത്തിൽ നിന്നുള്ള അനൗൺസ്മെന്റ് കിട്ടുന്നതിനനുസരിച്ച് ആണ് ഇവിടെ അടുപ്പിൽ തീ പകരാനായിട്ടിരിക്കുന്നത്. ഭണ്ഡാര അടുപ്പിലേക്ക് തീ പടർന്നിരിക്കുന്നു. ഇനി എങ്ങനെയാണ് ചടങ്ങുകൾ പുരോഗമിക്കുക? മറ്റുള്ളവരുടെ ഭക്തലക്ഷങ്ങളുടെ അടുപ്പുകളിലേക്കും തീ പകർന്നു നൽകുന്ന ചടങ്ങ് എങ്ങനെയാണ്? അനൗൺസ്മെന്റ് വന്നിരിക്കുകയാണ്. അനൗൺസ്മെന്റിന് ശേഷം കുരവിട്ടുകൊണ്ട് ഇതാ പൊങ്കാല അടുപ്പിലേക്ക് തീ പകരുകയാണ്. അതായത് മേൽശാന്തി ക്ഷേത്ര തിടപ്പള്ളിയിലെ പൊങ്കാല അടുപ്പിലും വലിയ തിടപ്പള്ളിയിലെ പൊങ്കാല അടുപ്പിലും തീ പകർന്ന ശേഷമാണ് ഇപ്പൊ ദീപം മേൽശാന്തിക്ക് കൈമാറിയത്. അവിടെ നിന്നാണ് ആളുകളുടെ പൊങ്കാല അടുപ്പുകളിലേക്ക് ഇപ്പോൾ തീ പടർന്നിരിക്കുന്നത്. ഇതാ ഇത്രയും ഇന്നലെ മുതൽ അല്ലെങ്കിൽ ഇത്രയും ദിവസം 9 ദിവസം ആയി കാത്തിരിക്കുന്ന ആഘോഷ പരിപാടികളിലേക്ക് ഇപ്പോൾ വന്നിരിക്കുന്നു. തീ
എല്ലാവരും അത് വലിയ ആഘോഷമായിട്ടുള്ള അടുപ്പുകളിൽ വിറക് കത്തിച്ച് വിറകും ചൂട്ടുമൊക്കെ കത്തിച്ച് അടുപ്പുകളിൽ പൊങ്കാല നിവേദിക്കുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിൽ പ്രായഭേദമന്യേ, അതായത് വിവിധ പ്രായത്തിലുള്ള ആളുകൾ, അതുപോലെ തന്നെ കുട്ടികളെ മാറ്റി നിർത്തണമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ കുട്ടികൾ ഇവർക്കൊപ്പം തന്നെ ഇതിന്റെ ഭാഗമാകുന്നുണ്ട്. കൗമാരക്കാരായിട്ടുള്ളവരും യൗവനത്തിലെത്തിയിരിക്കുന്നതും വളരെ നാളുകളായിട്ട് ഉള്ള പ്രായമായ സ്ത്രീകളും ഒക്കെ തന്നെ ഈ പൊങ്കാല സമർപ്പണത്തിനായി ഇവിടെ എത്തിയിട്ടുണ്ട്. അവരുടെയൊക്കെ തന്നെ അടുപ്പുകളിൽ ഇപ്പോൾ പൊങ്കാല എരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഫിജി.